മമ്മൂക്ക തിരിച്ചെത്തിയിരിക്കുകയാണ്. കാരണം കുറച്ച് ചികിത്സയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നത്. ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള വിവരം ജോർജാണ് മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുന്നത്. ഏറെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രോഗമൊക്കെ വന്നപ്പോൾ ഒരു അനിശ്ചിതത്വമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇനി സിനിമയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന തരത്തിലൊക്കെ ഒരു അനിശ്ചിതത്വമൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം തിരിച്ചെത്തി, പൂർവാധികം ആരോഗ്യത്തോടു കൂടി തിരിച്ചെത്തി എന്നുള്ള സന്തോഷകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയുന്ന ചെമ്മീൻ്റെ 60-ാം വാർഷികം നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആ ദിവസം തന്നെയാണ് ഇത്തരത്തിൽ ഒരു സന്തോഷം പങ്കുവെക്കാൻ കഴിയുന്നത്. നമ്മളൊക്കെ വർഷങ്ങളായി, ഒരു 3 തലമുറയായി, ഏകദേശം 45-50 വർഷങ്ങളോളമായി മമ്മൂട്ടി സിനിമയിൽ എത്തിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ നായക വേഷത്തിൽ അഭിനയിക്കുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരവും സൗന്ദര്യവും എല്ലാം അതുപോലെ തന്നെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത. അതിനുവേണ്ടി അദ്ദേഹം വളരെ വർഷങ്ങളായി ആഹാരത്തിലൊക്കെ ക്രമീകരണങ്ങൾ നടത്തുന്നു. ഒരുപക്ഷെ സിനിമയിലുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവനുസരിച്ച് ഏകദേശം 40 വർഷത്തോളമായി അദ്ദേഹം നന്നായിട്ടൊന്ന് ആഹാരം കഴിച്ചിട്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡിയാണ്, ശരീരമാണ് ടൂൾ എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം കൃത്യമായി ഹോംവർക്ക് ചെയ്യുന്ന ഒരു നടനാണ്. അതോടൊപ്പം അഭിനയത്തിൽ ഗ്രാജുവലായിട്ട് അഭിനയത്തിലൂടെ കയറി വന്ന, അതായത് അഭിനേതാവാകണം, ഏറ്റവും നല്ലൊരു നടനാകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച്, ഇൻ ബർത്തിലൊന്നും അദ്ദേഹം ഒരു നടനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം കണ്ണാടിക്ക് മുന്നിലൊക്കെ അഭിനയിച്ച് പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹം എല്ലാ കഥാപാത്രങ്ങളെയും അനശ്വരമാക്കി വളരെ മനോഹരമായ കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു. ഒപ്പം എല്ലാ വിധത്തിലും എത്ര സിനിമകളാണെന്നറിയാം, എത്ര സിനിമകൾ പേരെടുത്ത് പറയാനാണെങ്കിൽ ഓരോന്നും പറയേണ്ടി വരും. അത്രയധികം സിനിമകൾ നമുക്ക് സംഭാവന നൽകി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതരം വ്യക്തിത്വമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന. അദ്ദേഹം കുറച്ച് പരുക്കനാണെന്ന് പറയുമെങ്കിലും എല്ലാവരോടും സ്നേഹമുള്ള, ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ്. ഒരു കൃത്യമായി മനസ്സിലുള്ളത് കൃത്യമായി പ്രകടിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ്. കൃത്യമായ രീതിയിൽ നിസ്കാരവുമൊക്കെ നടത്തി മതപരമായ കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധ പുലർത്തുന്ന, ഒപ്പം കുടുംബത്തോട് നല്ല സ്നേഹവും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു നടനാണ്. എപ്പോഴും കുടുംബമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു വികാരം. അങ്ങനെയുള്ളൊരു നടനാണ്. എങ്ങനെ മമ്മൂട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? മമ്മൂക്ക ഒരു സംഭവമല്ലേ ചേട്ടാ. ഞാൻ മമ്മൂക്കയുടെ കൂടെ 5 പടം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജോർജ് ചേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഈ ആളുകളോട് പെരുമാറുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ഇത്രയും ഡൗൺ ടു എർത്താണോ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. നമുക്ക് പുറത്തുനിന്ന് കാണുന്നവർക്കൊക്കെ മമ്മൂക്ക ഒരു പരിക്കൻ സ്വഭാവവും, ആളുകളോട് ദേഷ്യപ്പെടുന്നു എന്നുള്ള, അധികാരമായിട്ട് മിങ്കിൾ ചെയ്യാത്തതാണ് എന്ന് പറയുന്നത് പോലും. പക്ഷേ അദ്ദേഹവുമായിട്ട് കുറച്ചു നേരം സംസാരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപഴകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ആൾക്കൂട്ടത്തിനിടയിലും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ നമ്മൾ രണ്ടുപേരും നേരത്തെ വർക്ക് ചെയ്ത ചാനലിൻ്റെ ചെയർമാനാണ്. അപ്പോൾ ആ ബന്ധം കൂടിയുണ്ട്. അത് അദ്ദേഹത്തിന് നമ്മളെ ഓർമ്മയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പം ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്, കഴിഞ്ഞ ഏകദേശം ഒരു 2-3 മാസക്കാലമായിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് സിനിമയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു മമ്മൂക്ക. ഇതിനു മുമ്പ് സിനിമയിൽ വന്നതിന് ശേഷം മാറി നിന്നു എന്ന് പറയുന്നത് ആ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മാത്രമാണ് സിനിമയിൽ നിന്നൊരു ഗ്യാപ്പ് വന്നിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് ചെന്നൈയിലായിരുന്നു ചികിത്സയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇടയ്ക്ക് ജോർജ് ചേട്ടനെ കാണുമ്പോൾ ഞങ്ങൾ ചോദിക്കും എങ്ങനെയുണ്ടോ, കുഴപ്പമൊന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഇന്നോടുകൂടി മമ്മൂക്കയുടെ ചികിത്സയുടെ എല്ലാ ടെസ്റ്റുകളുടെ എല്ലാ റിസൾട്ടുകളും വന്നു. ഒന്നും പേടിക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ ഇന്നോ നാളെയായിട്ട് മമ്മൂക്ക കൊച്ചിയിലേക്ക് തിരിച്ചെത്തും. സെപ്റ്റംബറിൽ ഇപ്പം മഹേഷ് നാരായണൻ്റെ പടം നടക്കുന്നുണ്ട്. അതൊരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. അതിൻ്റെ ഏകദേശം ഒരു 60% ഷൂട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിലിനി മമ്മൂക്ക ജോയിൻ ചെയ്യും അധികം വൈകാതെ തന്നെ. മമ്മൂക്ക, ലാലേട്ടൻ, ചാക്കോച്ചൻ, നയൻതാര ഉൾപ്പെടെയുള്ള ഒരു വലിയ മൾട്ടി സ്റ്റാർ പടമാണത്. ആ പടത്തിൻ്റെ ഷൂട്ടിനിടയിൽ ഡൽഹിയിൽ വെച്ചാണ് മമ്മൂക്കയ്ക്ക് ഒരു ഛർദി ഉണ്ടാകുന്നതും. അപ്പോൾ ആദ്യഘട്ടം ഭക്ഷണത്തിൻ്റെ ആയിരിക്കാം എന്ന് കരുതിയിട്ട് പിന്നീട് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ മമ്മൂക്കയെ അലട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ഇത് പെട്ടെന്ന് തന്നെ ചികിത്സ ആരംഭിക്കുകയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ വന്നത്. ഇപ്പോൾ ജോർജ് ചേട്ടൻ പോസ്റ്റ് ചെയ്തൊരു കാര്യം നമുക്ക് വായിക്കാം. സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു. പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി. ഈ ജോർജ് ചേട്ടൻ്റെ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊക്കെ വളരെ വൈകാരികമായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ അത്രയും അടുപ്പമുള്ള ജോർജ് ചേട്ടനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അത്രയും ഒരു മനുഷ്യ സ്നേഹിയാണ്. മമ്മൂക്കയെ പോലെ തന്നെയാണ് ജോർജ് ചേട്ടൻ.
ഭയങ്കര മനുഷ്യ സ്നേഹിയാണ്. ഇവരൊക്കെ ഡൗൺ ടു എർത്ത് മനുഷ്യന്മാരാണ്. ജെമ്മാണ്, ജെമ്മ്. അത് ഉള്ള കാര്യം നമ്മൾ പറയുമ്പോൾ. അപ്പോൾ ജോർജ് ചേട്ടൻ ഇടയ്ക്ക് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഇടയ്ക്ക് നാട്ടിലോട്ട് വരാറുണ്ട്. നാട്ടിൽ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ച് ചെന്നൈക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വരുന്ന ഘട്ടങ്ങളിൽ നമ്മൾ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മളും ഒന്നും ഉണ്ടാവില്ല എന്നല്ല. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ജോർജ് ചേട്ടൻ പോസ്റ്റ് ചെയ്തു, ഒന്നും പേടിക്കാനില്ല എന്നുള്ളത്. അപ്പം ഇത്രയും കാലം ഇതിൻ്റെ ഇടയിൽ പലരും പറഞ്ഞു കിടന്നു മമ്മൂക്കൻ സിനിമയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല, മമ്മൂക്കയ്ക്ക് ബുദ്ധിമുട്ടാണ്, ഇനി അങ്ങനെ പഴയതുപോലെ അഭിനയിക്കാൻ പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇരുന്ന് അഭിനയിക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ പറയുന്നത് നമുക്കറിയില്ല. അതിനുശേഷം ഇപ്പോൾ മമ്മൂക്കയുടെ അസുഖക്കുമാരുടെ സെപ്റ്റംബറിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. പുതിയ പ്രൊജക്റ്റുകളെല്ലാം മമ്മൂക്കയുടെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സെപ്റ്റംബറിൽ ഇനി മമ്മൂക്കയുടെ പോർഷൻസാണ് കൂടുതലും ആ പടത്തിൽ ഇനി ഷൂട്ട് ചെയ്യാനുള്ളത്. കുറച്ച് പോർഷൻസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പം ആ പടം സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മമ്മൂക്ക അടുത്ത പടങ്ങളുടെ തിരക്കുകളിലേക്ക് പോകും. മമ്മൂക്കയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ആസ്വാദകർ അതാരായാലും അതിൻ്റെ ഇടയിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ലാലേട്ടൻ ശബരിമലയിൽ പോയൊരു വിഷയം, ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ലാലേട്ടൻ ശബരിമല പോയിട്ട് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് അവർ പൂജ ചെയ്തു. അപ്പോൾ ആ പൂജയുടെ റെസിപ്റ്റ് പുറത്ത് അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഒരാൾ പുറത്തു അത് പുറത്തു വിടേണ്ട കാര്യമില്ലായിരുന്നു. അത് ലാലേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു ചേട്ടൻ എൻ്റെ കുടുംബത്തിലെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അങ്ങനെയാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അത് ഇത്ര വലിയ അത് പിന്നെ വലിയ വാർത്തയൊക്കെയായി. മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശബരിമല കയറി ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ വാർത്തയൊക്കെ. അപ്പോൾ വലിയ വാർത്തയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതാണ്, അതിനപ്പുറത്തേക്ക് അതിൽ കൂടുതൽ ഇതൊന്നും കാണേണ്ടതില്ല എന്ന് പറഞ്ഞൊരു സാധനം കൂടി. അപ്പോൾ ഇപ്പം ഈ ലാലേട്ടൻ്റെ അത് അങ്ങനെ ലാലേട്ടൻ അമ്പലത്തിൽ പോയി ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ലാലേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവർ. ലാലേട്ടൻ മമ്മൂക്കയുടെ വീട്ടിൽ പോകുന്നത്, മമ്മൂക്ക ലാലേട്ടൻ്റെ വീട്ടിൽ പോകുന്നത് ഇച്ചാക്ക എന്നാണ് വിളിക്കുക. ഇബ്രാഹിം കുട്ടി ആണ് ശരിക്കും ഇച്ചാക്കാന്ന് വിളിച്ചത്. ആ സ്ഥാനത്ത് അനിയനെ പോലെ നിന്നിട്ട് മമ്മൂക്കാനെ വിളിക്കുന്നതാണ് ഇച്ചാക്ക എന്നാണ് മമ്മൂക്ക വിളിക്കുന്നത്. അവർ അത്രയ്ക്കും സ്നേഹമുള്ള, അത്രയും അടുപ്പമുള്ള രണ്ടാളുകളാണ്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുടെയും വൈറലായ ഒരു വീഡിയോ ഉണ്ട്. അതായത് ഈ പറഞ്ഞ ഈ മഹേഷ് നാരായണന്റെ പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ശ്രീലങ്കയിലേക്ക് പോകുന്ന സമയത്താണ് ഈ രണ്ട് വണ്ടികളും ഇവിടെ എയർപോർട്ടിൽ വരുന്നൊരു സീനുണ്ട്. അപ്പം മമ്മൂക്കയുടെ ഒരു പേഴ്സണൽ ഫോട്ടോഗ്രാഫറുണ്ട്, ശരൺ എന്ന് പറഞ്ഞിട്ട്. ശരൺ ബ്ലാക്ക് സ്റ്റാർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അപ്പോൾ ശരണാണ് ഈ വീഡിയോ ഫുൾ ഷൂട്ട് ചെയ്തത്. അപ്പം ഈ വീഡിയോയിൽ മമ്മൂക്കയുടെ വണ്ടി വരുന്നു, ലാലേട്ടൻ്റെ വണ്ടി വരുന്നു, ഇവർ രണ്ടുപേരും പോകുന്നൊക്കെ ആയിട്ടുള്ള പല ഷോർട്സാണ്. അത് എഡിറ്റ് ചെയ്ത് അടിപൊളി ഒരു വീഡിയോ ആക്കിയിട്ട് ആ സാധനം മമ്മൂക്കയും പോസ്റ്റ് ചെയ്ത് അത് വൈറലായിരുന്നു ആ സാധനം. അപ്പോൾ ഈ മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പലപ്പോഴും ഈ പല സന്ദർഭങ്ങളിൽ പല ആളുകളും ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളാണ് ഇന്നത്തെ കാലത്ത്. പക്ഷേ താൻ ചെയ്ത കാര്യങ്ങളൊന്നും ഒരാളോടും പറയാൻ ആഗ്രഹിക്കാത്തൊരു മമ്മൂക്ക കൂടെയുണ്ട് നമുക്കിടയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരുപാട് ആളുകളെ സ്നേഹിച്ചിട്ടുള്ള, ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുള്ള ഒരു മമ്മൂക്കയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ഒരു അസുഖം വന്നു പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾക്ക് സങ്കടമായതും. ഇപ്പോൾ ഈ അസുഖം എല്ലാം മാറി അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെ.